ഇവന്മാരെല്ലാം കൂടെ ഓടി വന്നിട്ട് എന്നെ വിളിച്ചേ, ലൂണയെ നോക്ക് ലൂണയെ നോക്കുന്നു. അപ്പൊ ഞാൻ ഓടി വന്ന് നോക്കിയപ്പോ ലൂണ തറയിലെങ്ങും ഇല്ല. അപ്പൊ നാല് നെല്ലിയുടെ മേളില്, ഡേയ് ലൂണ നീ താഴെ വന്ന വീണ ആരെടുത്തോണ്ട് ഓടും? ദൈവം ഇതൊക്കെ ചേച്ചി ഇങ്ങോട്ട് നോക്കാ, ഒല്ലി കമ്പില് കയറിയിരിക്കണ്. അല്പ കാല് തെറ്റി നോക്ക്, എന്ത് മാത്രം ഉയരത്തിൽ കയറി നിക്കണം നോക്ക്. ഇവിടെ മരം കയറുന്ന വീണ്ടും മേളിൽ. എടേ ലൂണ ബാ, ലൂണയെ നോക്കിയപ്പോ നോക്കണ കേട്ടാ. ഇവിടെ താഴെ വീണോടാ, പതിയെ ഇറങ്ങി വേടാ. നമ്മള് വിളിക്കുന്ന അവ അവിടെ ഇരുന്ന് കളിക്കണണ്ടാ. ഇവിടെ തറയിലെങ്ങും നിന്റെയൊക്കെ ശല്യം കൊണ്ടായിരിക്കും. ഇല്ല, അവ ആദ്യം ഇതില് കയറിയിരിക്കണുണ്ട്, ഇതുവരെ കയറി. എന്നിട്ട് എവിടെ പോയി നമ്മൾ കണ്ടില്ല. ഇതെങ്ങനെയാടാ മുകളിൽ വലിഞ്ഞു പിടിച്ച് കയറിയത്? മക്കള് വാ. ഓ ശരി ചേച്ചി. ഡേയ് മാങ്ങ ഒതുക്കണ പോലെ ഉതുക്കാം. ഡേയ് ലൂണ ആട്ടാതെ മക്കളാട്ടാതെ. അവ സുഖമായിട്ട് ഇവനെ ഈ പറഞ്ഞ പോലെ ഇവൻ വള്ളി പുലിയായിരിക്കും, സാധാ പൂച്ച അല്ല. അങ്ങ് നോക്ക് നോക്ക്, ഞല്ലി കമ്പിൽ കയറി നോക്ക്. ദൈവമേ നോക്ക്, എന്ത് മാത്രം ഹൈറ്റിലാണ് ഇവൻ കയറി പോണത്. അതും ഞല്ലി കമ്പ്. ആ ഷീറ്റിന്റെ മുകളിൽ കയറി പിന്നെ നോക്കണ്ട. ദൈവമേ ലൂണ, ഈ കൊരങ്ങന്മാരാണ് ഇത്രയും ഞല്ലി കൊമ്പിലൊക്കെ കയറിയിരിക്കുന്നത്. ഇവനെ നോക്കിയാണ് ഇത്ര ഈ ഒരു ഞല്ലി കൊമ്പിലാണ്, നെല്ലിയുടെ കൊമ്പിലാണ്ടിരിക്കുന്നത്. എവിടെ ഇതാണ്ടിരിക്കുന്നു ലൂണ. മരുന്നാണ് ഇതായിരിക്കണത്. ബാബാ വിളിക്കുമ്പോ ലൂണ ഇറങ്ങി വരും. വേറെ ആരും വിളിച്ചാ വരില്ല. വിളിക്ക് വിളിക്ക്. ഇവിടെ ബാബാ അമ്മേരെ സൗണ്ട് കേട്ടപ്പോ താഴെ ഇറങ്ങാൻ നോക്കണ്. നമ്മളെ ആര് വിളിച്ചാലും ബാബാ വിളിച്ചാലും അവ ഇറങ്ങൂല. അമ്മ വിളിച്ചാലേ അവ ഇറങ്ങുള്ളൂ. ആ കുറച്ചിറങ്ങി. വിളിച്ചോ ആ വിളി ശ്രദ്ധിച്ച് അവ ഇറങ്ങണേ. ഇറങ്ങി. അമ്മേരെ തൊണ്ടയിലെ വെള്ളം പറ്റുന്ന മാത്രം വെച്ച. ആ ഏതാണ്ട് ഇനി നല്ല സ്ട്രോങ് തടിയായി. അവൻ താഴെ ഇനി ഇറങ്ങിക്കോള്. ഇതായിരിക്കുന്നത്. വാ അമ്മ വിളിക്കണ വാ. ആ ഇനി